ഇനി ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. പി.ജെ. ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കുകയാണെങ്കിൽ ടിക്കറ്റ് UDF സ്വതന്ത്രൻ എന്ന പേരിലായിരിക്കും. തത്വത്തിൽ അത് കേരള കോൺഗ്രസിന്റെ രണ്ടാം സീറ്റും. മുന്നണിയിലെ വലിയൊരു തർക്കത്തിന് കണ്ടെത്തിയ ഈ പോംവഴിയെക്കുറിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രവും. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തിയപ്പോൾ കോൺഗ്രസ് അത് തള്ളിയിരുന്നു. എന്നിട്ടിപ്പോൾ ജോസഫിലൂടെ മാണി വിഭാഗത്തിന് രണ്ടാം സീറ്റ്. ലീഗിനോടില്ലാത്ത കൂറ് ജോസഫിനോട് എന്തുകൊണ്ട്? പൊതുവേദി ഈ ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. പി.ജെ. ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കുകയാണെങ്കിൽ ടിക്കറ്റ് UDF സ്വതന്ത്രൻ എന്ന പേരിൽ ആയിരിക്കും. തത്വത്തിൽ അതൊരു കേരള കോൺഗ്രസിന്റെ രണ്ടാം സീറ്റ് കൂടിയായി മാറും. മുന്നണിയിലെ വലിയൊരു തർക്കത്തിന് കണ്ടെത്തിയ ഈ പോംവഴിയെക്കുറിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്വവും കോൺഗ്രസിന് മാത്രമായിരിക്കും. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ ആ സമയത്തു തന്നെ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തിയപ്പോൾ കോൺഗ്രസ് അത് തള്ളുകയുമായിരുന്നു. നിരവധി ചർച്ചകളും നടത്തി. ആകെയുള്ള 20 സീറ്റുകളിൽ ലീഗിന് ഒന്നുകൂടി നൽകാൻ ഉണ്ടാവില്ല എന്ന വാദത്തിന് മുന്നിൽ അവർ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ രണ്ടാം കക്ഷി ലീഗിന് അധികം ഒരു സീറ്റ് നൽകാതെ കാലങ്ങളായി കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഇടുക്കി ജോസഫിന് നൽകുമ്പോൾ എന്തായിരിക്കും ലീഗിന്റെ പ്രതികരണം എന്നാണ് ഇനി അറിയേണ്ടത്. അതുതന്നെയാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നതും. മുമ്പ് 5ാം മന്ത്രിയെ വാശി പിടിച്ചു വാങ്ങിയ ലീഗിന് എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. പി.ജെ. ജോസഫിന് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കും. പി.ജെ. ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് UDF സ്വതന്ത്രൻ എന്ന പേരിലായിരിക്കും. തത്വത്തിൽ അത് കേരള കോൺഗ്രസിന് രണ്ടാമതൊരു സീറ്റ് എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.ജെ. ജോസഫിന് സീറ്റുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. ഇടുക്കിയിൽ UDF സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്നാണ് ജോസഫ് ഇന്നലെ ന്യൂസ് 18 പറഞ്ഞത്. അതേസമയം ജോസഫിന് പിന്തുണ നൽകുന്നതിനെതിരെ മണ്ഡലത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പി.ജെ. ജോസഫിന് സീറ്റ് നൽകാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ മുസ്ലിം ലീഗിനടക്കം അമർഷമുണ്ടായിരുന്നു. കോൺഗ്രസ് അഭ്യർത്ഥന മാനിച്ച് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് പിന്മാറിയിരിക്കെ കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുന്നതിലാണ് പ്രതിഷേധം. ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് മുസ്ലിം ലീഗുമായി ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു P.K. കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം പ്രതികരണം. എന്തായാലും രണ്ടാം സീറ്റിൽ തുടങ്ങിയ കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ പി.ജെ. ജോസഫിന് സീറ്റ് നൽകാനുള്ള കോൺഗ്രസ് നീക്കത്തിലാണ് ലീഗിന് അമർഷം. മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസിന്റെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ പിൻവാങ്ങിയതാണ്. മൂന്നാം സീറ്റ് അർഹതയുണ്ടെങ്കിലും കൂടുതൽ സീറ്റിൽ ജയിച്ചു പോകേണ്ട സാഹചര്യത്തിൽ സീറ്റ് തരാൻ കഴിയില്ല എന്നായിരുന്നു കേരള കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ കരമനയിൽ നിന്നും ജലീൽ എന്ന ഒരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേർന്നത്. ശ്രീ ജലീൽ, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? എന്തായാലും കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജോസഫിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എന്തായാലും ലീഗിന് ഇതിൽ ഒരു അമർഷമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയും വന്നിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ ലീഗിനോടില്ലാത്ത കൂറ് ജോസഫിനോട് എന്ന വിഷയം കോൺഗ്രസിന്റെ അപജയം, അതായത് കോൺഗ്രസിന് ഈ പ്രാവശ്യം ഒരു പ്രതീക്ഷ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ പ്രതീക്ഷ തകർത്തുകൊണ്ടുള്ള ഘടകകക്ഷികളുടെ ഈ ഘടകകക്ഷികൾ ഇങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ജനങ്ങൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൊത്തത്തില് BJPയുടെ അഴിമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള പി.ജെ. ജോസഫിനെ പോലുള്ള ആൾക്കാരുടെ ഘടകകക്ഷികളുടെ വിലപേശൽ ഇത് തികച്ചും ഹൈക്കമാൻഡർ ഇടപെടുന്നില്ല എന്നുള്ളതിന്റെ ഒരു വിഷയമാണ് നമ്മൾ കാണുന്നത്. ഇതില് മുസ്ലിം ലീഗിന്റെ മൂന്നാമത്തെ ഒരു സീറ്റ് ചോദിച്ചുകൊണ്ടുള്ള അവരുടെ തർക്കം എത്രയും പെട്ടെന്ന് അവർ അവസാനിപ്പിക്കുകയും, പക്ഷെ ആ അവസാനിപ്പിക്കുമ്പോൾ 5ാം മന്ത്രി സ്ഥാനം കേട്ടുള്ള ഒരു വിവാദം അവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും കേരളത്തിനകത്ത് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. കാര്യമെന്ന് പറഞ്ഞാൽ ഈ പി.ജെ. ജോസഫിനെ പോലെ കേരള കോൺഗ്രസിന്റെ മുന്നണികൾ തകർന്ന് തരിപ്പണമായി 8ഉം 10ഉം കക്ഷികളായി അവർ ഓരോരുത്തർ കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇവരെ വീണ്ടും ഇങ്ങനെ ഭയപ്പെടുന്നു എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഘടകകക്ഷികൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ.
അത് നമുക്ക് വിലയിരുത്തേണ്ട ഒരു ഇതാണ്. ജനങ്ങളുടെ പ്രതീക്ഷയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘടകകക്ഷികളുമായുള്ള മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കോൺഗ്രസും ഹൈക്കമാൻഡും ഇടപെട്ടുകൊണ്ട് ഇത് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം നിലനിർത്തിക്കൊണ്ടും തർക്കമില്ലാതെ പോകേണ്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടത്. വണ്ടൂരിൽ നിന്നും രാജേഷ് എന്നൊരു പ്രേക്ഷകനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്തത്. രാജേഷ്, എന്തായാലും ലീഗ് 3-ാം സീറ്റ് ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആകെ 20 സീറ്റുകളാണുള്ളത്. കൂടുതൽ സീറ്റ് ജയിക്കേണ്ട ആവശ്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാമതൊരു സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം അന്ന് അറിയിച്ചത്. ഇപ്പോൾ ജോസഫിന് കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനായി ഇടുക്കി സീറ്റ് നൽകിയേക്കുമെന്ന സൂചനകൾ വരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെയും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരേണ്ട ഒരു ജനാധിപത്യ മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം പാടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇത്തരം സീറ്റ് വിവാദങ്ങളെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു കളങ്കമായി മാറിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് ആവശ്യപ്പെടുമ്പോഴും അതോടൊപ്പം മുമ്പ് നമ്മൾ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പോകേണ്ട വിഷയം തന്നെയാണ്. 5-ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതേപോലെ പി ജെ ജോസഫ് ഈ സീറ്റ് ഇപ്പൊ ഒരു പിടിച്ചു വാങ്ങുന്ന ഭീഷണിപ്പെടുത്തി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അത്തരത്തിൽ കേരളത്തിൽ ഒരു ജനാധിപത്യത്തെ വിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു കുറച്ചു കാലങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മുസ്ലിം ലീഗിന് ഈ ഒരു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോകുമ്പോൾ ജനാധിപത്യത്തെ വിൽക്കുന്ന സമീപനമാണ് UDF ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് SDPI പോലെയുള്ള മതവർഗീയവാദികൾക്കൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഈ ഇലക്ഷനിൽ എങ്ങനെയും വോട്ട് കച്ചവടം ഉറപ്പിക്കുന്ന ഈ ജനാധിപത്യത്തെ നോക്കുകൂത്തിയാവുന്ന ഒരു പ്രവണതയിലേക്കാണ് UDF സംവിധാനം മാറുന്നത്. ആ ഒരു സമയത്ത് തന്നെ പി ജെ ജോസഫ് ഇത്തരം ഇടുക്കി സീറ്റ് പോലെയുള്ള സീറ്റുകളിൽ വിലപേശൽ നടപടി എടുക്കുമ്പോൾ അത് ഈ ജനാധിപത്യത്തിന് മേലെ കാണിക്കുന്ന ഒരു ക്രൂരതയാണ് എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈരാട്ടുപേട്ടയിൽ നിന്നും ഹാഷിം എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഹാഷിം, ജോസഫിന്റെ സീറ്റ് കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? പി ജെ ജോസഫിനെ പോലുള്ളൊരു നല്ലൊരു നേതാവിന് ഇടുക്കി സീറ്റല്ല അവർക്ക് കോട്ടയായിരുന്നു കൊടുക്കേണ്ടത്. ഇനി മാണി എന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നേതാവിനുള്ള പണിയാണ് കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നത്. ഈ ഇന്ത്യയിലെ ഒരു മതേതരത്വ മുന്നണി വരണമെങ്കിൽ UDF വരണം അധികാരത്തിൽ. അതായത് ജോസഫിനെ പോലുള്ള നേതാക്കന്മാരെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുകയാണ് ആവശ്യം. അതുകൊണ്ട് എനിക്ക് പറയാവുള്ളൂ. ശരി, കൊല്ലത്ത് നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. വിഷ്ണു, എന്തായാലും ഇടുക്കിയിൽ പി ജെ ജോസഫിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ കൂടിയും കേരള കോൺഗ്രസിന് 2-ാം സീറ്റ് എന്നാണ് തത്വത്തിൽ നോക്കിക്കാണേണ്ടത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? നമ്മൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ദിവ്യ എന്നാണ് പേരെന്ന് തോന്നുന്നു. അപ്പൊ നോക്കൂ, ഇപ്പൊ സത്യം പറഞ്ഞ മുസ്ലിം ലീഗിന് 5-ാം സീറ്റ് പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞു. അവര് നോക്കൂ, അവർ കോൺഗ്രസിന്റെ കൂടെ ഇത്രയും വർഷമായിട്ട് നിന്നു. അവർ എപ്പോഴെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? അവര് 2 സീറ്റ് MP സ്ഥാനം നിൽക്കും, അത് ജയിക്കുകയും ചെയ്യും. അവര് ഒരു മാറ്റവും ഇല്ലാതെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. അവര് നന്ദികേടൊന്നും കാണിച്ചിട്ടില്ല. അത് ഈ 2 രീതികളുടെ ഒരു ജനിതകമായ രീതിയാണ്. ഒന്നാമെന്ന് പറഞ്ഞാൽ നയത്തിൽ കാര്യങ്ങൾ പറ്റിച്ച് നേടുക, മറ്റേതെന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം അവർ തുറന്ന കാര്യങ്ങൾ പറയുമ്പോൾ വിരോധം തോന്നുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് മുസ്ലിം ലീഗിന്റെ രീതി എന്ന് പറഞ്ഞാൽ അവർ നേരെ കാര്യങ്ങൾ പറയും, അത് നമുക്ക് നേരെ ഇഷ്ടപ്പെടത്തില്ല. ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പ് തന്നെയാണ്, കോൺഗ്രസിന്റെ A ഗ്രൂപ്പ് തന്നെ. നോക്കൂ, കരുണാകരനെ എങ്ങനെയാണ് വീഴ്ത്തിയെന്ന് അറിയാമല്ലോ. ഈ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാര് ഏത് രീതിയിലാണ് കരുണാകരനെ വീഴ്ത്തിയതെന്ന് നമുക്കറിയാം. അവര് പത്രത്തിൽ കൂടെയും കള്ളത്തരത്തിൽ കൂടെയും ചാരക്കേസ് എന്നൊക്കെ പറഞ്ഞ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണ് പുറത്താക്കിയത്. അപ്പൊ എന്ത് രീതിയാണ് ഇത്? ജനിതമായ രീതിയാണ്. ഇതൊരു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതമായിട്ട് ബ്ലഡിനകത്തുള്ള ഒരു നേച്ചറായത് ഇവരുടെ. അത് അവർ ഇപ്പൊ 1 സീറ്റ് കിട്ടാനുള്ള സ്ഥാനത്ത് 2 സീറ്റ് കിട്ടും. ഇപ്പൊ കോട്ടയത്ത് പാമ്പ് കടിച്ചവനും മിന്നലടിച്ചവന്റെയും മരിച്ചവന്റെയും അനിയനും ബ്രദറിനൊക്കെ സീറ്റ് കൊടുക്കുന്നതിനേക്കാളും പി ജോസഫിന് കോട്ടയത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ലീഗിന് 1 സീറ്റും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അതാണ് എന്റെ അഭിപ്രായം. ചെന്നൈയിൽ നിന്നും പ്രേമൻ ചേരുന്നു. പ്രേമൻ, ഒരു വശത്ത് ലീഗിന്റെ അമർഷം നിൽക്കുമ്പോൾ മറുവശത്ത് ഇടുക്കി ജില്ലാ മണ്ഡലത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ സീറ്റിനെതിരെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം കൂടി. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ജോസഫിന് സീറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രപരമായ ഇടപെടലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാല് ക്രൈസ്തവ ജനവിഭാഗം UDF അകന്നു പോകുന്ന സാഹചര്യത്തിൽ
അവരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജോസഫിന് സ്വതന്ത്രനായി നിർത്താനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. തീർച്ചയായും അത് UDF-ന് ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില്ലാതെ ലീഗിന് 3-ാം സ്ഥാനം 3 സീറ്റ് കൊടുക്കുന്നത് സംബന്ധിച്ച് തീർച്ചയായും ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട്. 18 MLA-മാരുള്ള ലീഗിന് 2 സീറ്റും 6 MLA-മാരുള്ള കേരള കോൺഗ്രസിന് 2 സീറ്റും എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അന്തര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലീഗിനെ ഒതുക്കുക, കേരള കോൺഗ്രസിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രപരമായ നീക്കമാണ് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2ാം സീറ്റ് എന്ന ഇത് 2ാം സീറ്റ് കൊടുക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ലീഗിനോടില്ലാത്ത കൂറ് ജോസഫിനോട് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.